ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ദ വൈ ഗേൾ എന്ന ലെസണിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റേസ്ഡ് ബൈ മൊയ്ന ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? വൈ ഷുഡൻറ്റ് ഐ ക്യാച്ച് എ കോബ്ര? ഒരു കോബ്രനെ എനിക്ക് എന്തുകൊണ്ട് പിടിച്ചുകൂടാ? വൈ ഡു വി ലീവ് ഇൻ എ ലീഫ് ഹട്ട്? നമ്മൾ എന്തുകൊണ്ടാണ് ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഈ കുടിലിൽ താമസിക്കുന്നത്? വൈ കാൻ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? 2 നേരം നമുക്ക് ചോറ് കഴിച്ചാൽ എന്താ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊയ്ന ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലേ. Like Moina, you might also have a number of why questions in your mind. മൊയ്നെ പോലെ നിങ്ങളുടെ മനസ്സിലും ഒരുപാട് why questions ഉണ്ടാവും. Sit in groups and frame as many why questions as you can based on the theme given below. താഴെ കൊടുത്തിരിക്കുന്ന തീം വെച്ചിട്ട് ഒരുപാട് why questions ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൽ നിങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലിരുന്ന് വൈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. ദ തീംസ് കുഡ് ഇൻക്ലൂഡ്. അപ്പോൾ ഓരോ തീം ഏതൊക്കെയാണ്? നേച്ചർ ഉണ്ട്, ദെൻ ടെക്നോളജി ഉണ്ട്, ഫുഡ് ഉണ്ട്, പിന്നെന്താണ് ഹെൽത്ത്, സോഷ്യൽ ലൈഫ്. അപ്പോൾ ഇത്രയാണ് തീം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നിങ്ങളും വൈ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് എഴുതണം കേട്ടോ. ഇനി ആദ്യത്തെ നോക്കാം. നേച്ചർ റിലേറ്റഡ് ആയിട്ടാണ്. വൈ ഈസ് ദ ഓഷ്യൻ ബ്ലൂ? എന്തുകൊണ്ടാണ് ഓഷ്യൻ ബ്ലൂ നിറത്തിൽ കാണപ്പെടുന്നത്? അടുത്തത് നോക്കാം. വൈ ഡു ട്രീസ് ഷെഡ് ലീവ്സ്? എന്തുകൊണ്ടാണ് മരങ്ങൾ ഇല പൊഴിക്കുന്നത്? ഷെഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കുക. വൈ ഡു റിവേഴ്സ് ഫ്ലോ? റിവേഴ്സ് നദികൾ എന്തുകൊണ്ടാണ് ഒഴുകുന്നത്? വൈ ഡു ക്രിക്കറ്റ്സ് ക്രൈ? ക്രിക്കറ്റ്സ് എന്താണ്? ചീവീടാണ് അല്ലേ. ചീവീട് എന്തിനാ കരയുന്നത്? വൈ ഡു പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ്? എന്തിനാണ് പ്ലാന്റ്സിന് സൺലൈറ്റ് ആവശ്യം? സൂര്യപ്രകാശം എന്തിനാണ് ആവശ്യം? വൈ ഡു മൗണ്ടൻസ് ഫോം? എന്തിനാണ് മലകളൊക്കെ ഫോം ചെയ്യുന്നത്, രൂപപ്പെടുന്നത്? വൈ ഡു ക്ലൗഡ്സ് റെയിൻ? എന്തുകൊണ്ടാണ് മേഘങ്ങൾ മഴയായി പെയ്യുന്നത്? വൈ ഡു ഫോറസ്റ്റ് ഗ്രോ? എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് വളരുന്നത്? ഇനി എന്താണ്? ഇനി ടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു വി യൂസ് ഹെഡ്ഫോൺസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്? വൈ ഡു വി യൂസ് കമ്പ്യൂട്ടേഴ്സ്? വൈ ഡു വി യൂസ് മൈക്രോഫോൺ? Why do smartphones need updates? Why do we use machines? Why do laptops use batteries? ലാപ്ടോപ്സിൽ എന്തിനാണ് ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്? Why do we use mixer grinders? മിക്സി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Why do we use television? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, അതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാത്തത്. ഇനി നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വൈ ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഈസ് ഇറ്റ് നോട്ട് ഗുഡ് ടു ഈറ്റ് ടു മെനി ചോക്ലേറ്റ്സ്? ചോക്ലേറ്റ്സ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. എന്തുകൊണ്ട്? വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? വൈ ഈസ് വാട്ടർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഡൈജഷൻ? ദഹനത്തിന് എന്തുകൊണ്ടാണ് വാട്ടർ ഇമ്പോർട്ടൻറ്റ്? വൈ ഡു ഫ്രൂട്ട്സ് ടേസ്റ്റ് സ്വീറ്റ്? ഫ്രൂട്ട്സിന് എന്തുകൊണ്ടാണ് നല്ല മധുരം? വൈ ഡു വി കുക്ക് ഫുഡ്? നമ്മൾ എന്തിനാ കുക്ക് ചെയ്യുന്നത്? വൈ ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? വൈ ഡു വി നീഡ് വൈറ്റമിൻസ്? നമുക്ക് വൈറ്റമിൻസ് എന്തിനാണ്? വൈ ഈസ് ഫുഡ് ഹെൽത്തി? ഫുഡ് എങ്ങനെയാണ് നമ്മളെ ഹെൽത്തി ആക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് എന്തുകൊണ്ടാണ് നമുക്ക് ഹെൽത്തി ആയി മാറുന്നത്? വൈ ഡു വി ലൈക്ക് ടേസ്റ്റി ഫുഡ്? നമ്മൾ എന്തുകൊണ്ടാണ് ടേസ്റ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നത്? വൈ ഡു വി ഈറ്റ് 3 meals a day? 3 നേരം നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? ഇനി എന്താണ്? ഇനി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഷുഡ് വി വാഷ് അവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നമ്മളുടെ കൈകൾ എന്തിനാണ് നമ്മൾ കഴുകുന്നത്? വൈ ഡു വി ബ്രഷ് അവർ ടീത്ത്? പല്ല് എന്തിനാ തേക്കുന്നേ? വൈ ഡു വി നീഡ് ടു ഡ്രിങ്ക് വാട്ടർ? വൈ ഡു വി എക്സസൈസ്? വൈ ഡു വി സ്ലീപ്പ്? Why do we eat fruits? Why do we wash our hands? Why do we go to the doctor? Why do we take medicine? Why do we need to be healthy? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി അടുത്തത് എന്താണ്? സോഷ്യൽ ലൈഫാണ് അല്ലേ. സോഷ്യൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്?
ഫെസ്റ്റിവൽസ് എന്തിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വൈ ഡു വി സേ ഹലോ ടു ഫ്രണ്ട്സ്? വൈ ഡു വി ഷെയർ വിത്ത് അതേഴ്സ്? Why do we play with friends? Why do we go to parties? Why do we help our family? Why do we listen to others? Why do we smile at people? Why do we make new friends? Why do we celebrate birthdays? ഇതിൻ്റെ ഒന്നും ട്രാൻസ്ലേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നിട്ടോ അതിൻ്റെ ആൻസറും നിങ്ങൾ തന്നെ കണ്ടെത്തണം അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വൈ ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കാം. ഇനി അടുത്തത് നോക്കാം. Can you think of a few meaningful why questions to match the responses given below? Write them in the space provided. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഉതകുന്ന രീതിയിൽ, അതിന് യോജിച്ച രീതിയിൽ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. I missed the school bus. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഈ കുട്ടിക്ക് ബസ് മിസ്സായി എന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും ടീച്ചർ അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക? വൈ ആർ യു ലേറ്റ് ടുഡേ അല്ലേ? എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി ആൻസർ പറഞ്ഞു ഐ മിസ്ഡ് ദ സ്കൂൾ ബസ്. ഇനി അടുത്തതിലോ ഐ എം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ബാഗ്. അവന് പുതിയൊരു ബാഗ് കിട്ടി, അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? വൈ ആർ യു ഹാപ്പി ടുഡേ എന്ന് ചോദിക്കും അല്ലേ? വൈ ആർ യു സോ ഹാപ്പി ടുഡേ. ഇനി അടുത്തത് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഹോംവർക്ക്. ഹോംവർക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല എന്ന് കുട്ടി പറയാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്തായിരിക്കും? ഇദ്ദേഹം എന്താ ചോദിക്കുക? വൈ ഡിഡ്ന്റ് യു ഡു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? നീ എന്താ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് എന്ന് ചോദിക്കും അല്ലേ? അപ്പോഴാണ് ആൻസർ പറയുക എനിക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് പറയും. വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് എനർജറ്റിക്. നമ്മളെപ്പോഴും സ്ട്രോങ്ങും എനർജറ്റിക്കും ആകണമെങ്കിൽ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസർ ആണല്ലേ വൈ വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. നമ്മൾ എന്തിനാണ് ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്? അടുത്തത് ഐ ഫോർഗോട്ട് ടു കീപ് ദ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് ഇൻ മൈ ബാഗ്. അപ്പോൾ സാറിനോട് പറയുകയാണ് ഇംഗ്ലീഷ് നോട്ട് ബുക്ക് എൻ്റെ ബാഗിൽ വെക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. അപ്പോൾ സാർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വൈ ഡിഡ്ന്റ് യു ടേക്ക് ദ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് അല്ലേ? എന്താണ് ഇംഗ്ലീഷ് നോട്ട് ബുക്ക് എടുക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് ഐ എം റിയലി സാഡ് ബിക്കോസ് ഐ മിസ് മൈ ഗ്രാൻഡ്മ. അപ്പം എന്താ ചോദിക്കുക? വൈ ആർ യു സോ സാഡ്? അതിനുള്ള ആൻസർ അല്ലേ അവൾ പറയുന്നത്? വൈ ആർ യു സോ സാഡ്? നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഐ എം റിയലി സാഡ് ബിക്കോസ് ഐ മിസ് മൈ ഗ്രാൻഡ്മ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുമുള്ള ഈ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കാം. മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ഒരുപാട് നക്ഷത്രങ്ങൾ സൂര്യനെക്കാട്ടും വലുതാണ്. വി യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു കമ്പയർ തിങ്സ്. ഹിയർ വി ആർ കമ്പയറിംഗ് ദ സ്റ്റാർസ് ആൻഡ് ദ സൺ യൂസിങ് ദ വേർഡ് ബിഗർ. അപ്പോൾ ഇവിടെ സ്റ്റാർസിനെയും സണ്ണിനെയും നമ്മൾ കമ്പയർ ചെയ്തിരിക്കുകയാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ്. യൂസിങ് ദ വേർഡ് ബിഗർ. ബിഗർ എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബിഗർ ദാൻ ദ സൺ അല്ലേ? ബിഗാണ് വലുത് എന്നുള്ളതിൻ്റെ അർത്ഥം. അതിനോടുകൂടി BIGൻ്റെ കൂടെ ഒരു GERും കൂടി ആഡ് ചെയ്ത് ബിഗർ എന്നാക്കി. അങ്ങനെ ബിഗർ എന്ന വാക്ക് കമ്പയറിംഗ് വേർഡാണ്, താരതമ്യം ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Let us read a few more sentences. നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടി വായിച്ചു നോക്കാം. A rabbit is fast. റാബിറ്റ് നല്ല ഓട്ടക്കാരനാണ് അല്ലേ? റാബിറ്റ് ഫാസ്റ്റ് ആണ്. അവിടെ ഒരു കമ്പാരിസൺ വന്നോ? ഇല്ല. ആരെയും താരതമ്യപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല അല്ലേ? എ ഡിയർ ഈസ് ഫാസ്റ്റർ ദാൻ എ റാബിറ്റ്. പക്ഷെ മാനോ? മാൻ റാബിറ്റിനെക്കാട്ടും ഓട്ടക്കാരനാണ്. എ ഡിയർ ഈസ് ഫാസ്റ്റർ ദാൻ. അപ്പോൾ അവിടുത്തെ മേലത്തെ ഫാസ്റ്റ് എന്തായി മാറി? ഫാസ്റ്ററായി. ഒപ്പം ദാൻ എന്നുള്ളൊരു വാക്കും കൂടി ആഡ് ചെയ്തു അല്ലേ? ഫാസ്റ്റർ ദാൻ എ റാബിറ്റ്. റാബിറ്റിനെക്കാട്ടും നല്ല വേഗതയുണ്ട് ഡിയറിന്. ഇനി എ ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ. ഏറ്റവും നല്ല ഓട്ടക്കാരൻ ആരാണ്? ചീറ്റയാണ് അല്ലേ? ചീറ്റപ്പുലിയാണല്ലേ? ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ. ചീറ്റയ്ക്കാണ് ഏറ്റവും വേഗത. അപ്പം ഇവരെ വെച്ച് നോക്കുമ്പം
ചീറ്റയാണ് ഏറ്റവും നല്ല വേഗതക്കാരൻ. എ ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ഫാസ്റ്റ് എന്തായി മാറി? ഫാസ്റ്ററായി കമ്പാരിസണിൽ വന്നു. ഇവിടെയോ ഫാസ്റ്റസ്റ്റ് എന്നുള്ള വാക്കായി മാറി. ഇനി ലുക്ക് അറ്റ് ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്ന് നോക്കാം. 3 ആൾക്കാരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണത്? അലക്സ്, എറിക്, ലോറിസ്. 3 പേരുടെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഏജ് എത്രയാണ് അലക്സിന്? 16. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ. സ്ട്രെങ്ത്തിൽ 2 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി 2 സ്റ്റാർ ഉണ്ട്. കോൺഫിഡൻസ് 3 സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എങ്ങനെയൊന്ന് നോക്കിക്കേ. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇവിടെ കൂടുതൽ ആർക്കാണ്? എറിക്കിനാണല്ലേ, 3 സ്റ്റാർസ് ഉണ്ട്. പിന്നെ കോൺഫിഡൻസ് കൂടുതൽ ആർക്കാണ്? അലക്സിനാണ്. സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? ലോറിസിനാണ്. ഏജ് കൂടുതലോ? ലോറിസിനാണ് അല്ലേ. ഹൈറ്റും ലോറിസിനാണ് കൂടുതൽ. അപ്പോൾ ഇതിൽ യങ്ങർ ആരാണ്? ഏറ്റവും ചെറിയ ആൾ ആരാണ്? എറിക്കാണല്ലേ. ഏജ് 12 വയസ്സേ ഉള്ളൂ. എറിക്കാണ് ചെറിയ ആള്. ഇനി നമുക്കിതൊന്ന് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഹിയർ എറിക് ഈസ് യങ്. എറിക് യങ് ആണ്. അലക്സ് ഈസ് യങ്ങർ ദാൻ ലോറിസ്. പക്ഷേ എറിക് യങ് ആണ്, അലക്സും യങ്ങറാണ്. ആരെക്കാട്ടും? ലോറിസിനെക്കാട്ടും യങ്ങറാണ് അലക്സ് അല്ലേ. ലോറിസിനെക്കാട്ടും ചെറുതല്ലേ അലക്സ് വയസ്സുകൊണ്ട്. എറിക് ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ. അപ്പം യങ്, യങ്ങർ, ദ യങ്ങസ്റ്റ് അല്ലേ. യങ്ങസ്റ്റ് ആ 3 വാക്കുകളും വന്നു. എറിക്കാണ് ഏറ്റവും ചെറുത്. ഇവരെ 2 പേരെയും വെച്ച് നോക്കുമ്പം എറിക്കാണ് ഏറ്റവും ചെറുത്. ലെറ്റ്സ് ഗോ ത്രൂ ദി 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഇതിന് പറയുന്ന പേര് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ്. അപ്പോൾ 3 ഡിഗ്രീസ് ഉണ്ടല്ലേ. ഒന്നാമത്തെ എറിക് ഈസ് യങ് എന്നുള്ളത് എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അലക്സ് ഈസ് യങ്ങർ ദാൻ ലോറിസ്, അതെന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇപ്പം അലക്സും ഉണ്ട് ലോറിസും ഉണ്ട്. അവരിൽ ചെറുത് അലക്സ് ആണ്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി, മൂന്നാമത്തെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എറിക് ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ. എറിക് ആണ് ഏറ്റവും ചെറുത് എല്ലാവരിലും വെച്ച്. അപ്പം നമുക്ക് ഈ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഈ 3 നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? കമ്പയർ ചെയ്യാണ്. 2 പേരുണ്ടാവും എന്തായാലും അവിടെ. അതിൻ്റെ കൂടെ ദാൻ എന്നുള്ള ഒരു വാക്കും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി തന്നെയാണ്. അലക്സ് ഈസ് യങ്ങർ ദാൻ. കണ്ടോ? ദാൻ, യങ്ങർ ദാൻ. ഇനി എറിക് ഈസ് ദ യങ്ങസ്റ്റ്. ദ അവിടെ ചേർത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊരു എളുപ്പപ്പണിയാണ് കണ്ടുപിടിക്കാനായിട്ട്. ദ യങ്ങസ്റ്റ്. ദ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എഴുതേണ്ടത്. ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ. ഇനി now revisit the information about Alex, Eric and Loris. Write about their height and strength making a comparison. അവരുടെ ഹൈറ്റും സ്ട്രെങ്ത്തും വെച്ചിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം ഹൈറ്റ് വെച്ച് എഴുതാം. ഹൈറ്റിന് എന്താണ്? ടോൾ എന്നുള്ള വാക്ക് എഴുതാം. എറിക് ഈസ് ടോൾ. എറിക്കിന് പൊക്കമുണ്ട്. അലക്സ് ഈസ് ടോളർ ദാൻ എറിക്. അലക്സ് എറിക്കിനെക്കാട്ടും പൊക്കക്കാരനാണ്. ലോറിസ് ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ. ഇവരെ വെച്ച് നോക്കുമ്പോൾ ലോറിസിനാണ് ഏറ്റവും പൊക്കം. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? എറിക് ഈസ് ടോൾ, അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അലക്സ് ഈസ് ടോളർ ദാൻ എറിക്, അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ലോറിസ് ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈ പേരുകളൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം ഈസ് ടോൾ, ഈസ് ടോളർ ദാൻ എറിക്, ഈസ് ദ ടോളസ്റ്റ്. ഇനി അവരുടെ സ്ട്രെങ്ത്തിനെ വെച്ച് നോക്കാം. എറിക് ഈസ് സ്ട്രോങ്, അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക്, ലോറിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ. എറിക് ഈസ് സ്ട്രോങ് പോസിറ്റീവ് ഡിഗ്രിയാണ്. അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ലോറിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇൻ സം കേസസ് മോർ ആൻഡ് മോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പാരിസൺസ്. അപ്പോൾ ആ കമ്പാരിറ്റീവ് വേർഡിന് മുന്നിൽ മോർ എന്നും മോസ്റ്റ് എന്നും യൂസ് ചെയ്യും. മോർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് യൂസ് ചെയ്യുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അലക്സ് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ ലോറിസ്. ഈ മോർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ക്രിയേറ്റീവ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെ എഴുതാൻ പറ്റില്ല അല്ലേ? ക്രിയേറ്റീവ് എന്നുള്ളത്
ക്രിയേറ്റീവർ എന്നെഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. അപ്പോൾ നമ്മൾ മോർ ക്രിയേറ്റീവ് എന്നുള്ള ആ മോറും കൂടി ആഡ് ചെയ്ത് എഴുതും. അപ്പോൾ താഴെയോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോ ദ മോസ്റ്റ് ക്രിയേറ്റീവ് ഓഫ് ഓൾ. ഇനി ബി നോക്കാം. മേക്ക് 5 sentences ബൈ കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് അലക്സ്, എറിക്സ് ആൻഡ് ലോറിസ്. ഇപ്പോൾ ഒരു 5 സെൻറ്റൻസ് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ പോസിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ലോറിസ് ഈസ് ടോളർ ദാൻ എറിക്. ലോറിസ് ടോളറാണ്, എറിക്കിനെക്കാട്ടും ടോളറാണ്. അലക്സ് ഈസ് യങ്ങർ ദാൻ ലോറിസ്. എറിക് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ ലോറിസ്. ലോറിസ് ഈസ് സ്ട്രോങ്ങർ ദാൻ അലക്സ്. എറിക് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ അലക്സ്. ഇവിടെ ഞാൻ രണ്ടാമത്തെ ഡിഗ്രിയായ കമ്പാരിറ്റീവ് ഡിഗ്രി മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും പോസിറ്റീവ് ഡിഗ്രിയും നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഇനി അടുത്തത് സി നോക്കാം. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ സ്പേസസ് പ്രൊവൈഡഡ് ബിലോ. എ ലെമൺ ഈസ് സ്മോൾ. ലെമൺ എന്താണ്? സ്മോൾ ആണല്ലേ. അപ്പോൾ ഇവിടെ സ്മോളിൻ്റെ ആണ് നമ്മൾ ഓരോരോ ഡിഗ്രീസ് മാറ്റി എഴുതേണ്ടത്. സ്മോൾ കണ്ടോ, സ്മോളർ, സ്മോളസ്റ്റ്. അപ്പോൾ ആ സ്മോൾ ആ വാക്കിനെയാണ് നമ്മൾ മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നത്. ആൻ ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ എ വാട്ടർമെലൻ. അപ്പോൾ ഓറഞ്ചോ വാട്ടർമെലനെക്കാട്ടും ചെറുതാണ്. ആൻ ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ എ വാട്ടർമെലൻ. ദെൻ ദ ലെമൺ ഈസ് ദ സ്മോളസ്റ്റ് എമംഗ് ദം. അപ്പം നാരങ്ങയാണ് ഇതിൽ ഏറ്റവും ചെറുത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ദ വാട്ടർമെലൻ ഈസ് ദ ബിഗസ്റ്റ് എമംഗ് ദം എന്ന് ഇവിടെ എഴുതണ്ട. കാരണം വെച്ചാൽ സ്മോളിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രീസ് എഴുതുന്നത്. അപ്പോൾ സ്മോൾ എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രിയാണ്. സ്മോളർ ദാൻ എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദ സ്മോളസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതുപോലെ അടുത്തതൊന്ന് എഴുതി നോക്കാം. അടുത്തതിൽ എന്താ കാണുന്നത്? ഒരു റോസ് പ്ലാന്റ് ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്. അപ്പോൾ അടിയിൽ ദ കോക്കനട്ട് ട്രീ ഈസ് ദ ടോളസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടോൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ റോസ് പ്ലാന്റ് സ്മോൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്മോൾ എന്ന് എഴുതരുത്. ഓക്കെ, അപ്പോൾ ടോളസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ദ റോസ് പ്ലാന്റ് ഈസ് ടോൾ. റോസ് പ്ലാന്റ് ടോൾ ആണല്ലോ, അങ്ങനെ എഴുതാം. ഇനി അടുത്തതോ ദ മാംഗോ ട്രീ ഈസ് ടോളർ ദാൻ ദ റോസ് പ്ലാന്റ്. റോസ് പ്ലാന്റിനെക്കാട്ടും ടോൾ ആണ് മാംഗോ ട്രീ. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നില്ലേ. ഇനി അടുത്തത് ദ കോക്കനട്ട് ട്രീ ഈസ് ദ ടോളസ്റ്റ്. കണ്ടോ, ടോൾ, ടോളർ ദാൻ, ദ ടോളസ്റ്റ്. അങ്ങനെ 3 ഡിഗ്രിയും നമ്മൾ എഴുതി. ഇനി അടുത്തതോ എ ഫോക്സ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ ഡേഞ്ചറസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എ വോൾഫ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എ ഫോക്സ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡേഞ്ചറസ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ കണ്ടോ, ഡേഞ്ചറസ് എന്നതിൻ്റെ മുന്നിൽ മോർ ചേർത്തു അല്ലേ. കാരണം ഡേഞ്ചറസർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഈ ആറ് ചേർത്ത് നമുക്ക് ആ വാക്കിനെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മോർ എന്നുള്ളത് ആഡ് ചെയ്ത് എഴുതുകയാണ്. മോർ ഡേഞ്ചറസ് ദാൻ എ ഫോക്സ്. ഇനി എ ഫോക്സ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ ആദ്യത്തെ എന്താ വരിക? ഫോക്സ് ഡേഞ്ചറസ് ആണ്. പക്ഷേ വോൾഫ് ഫോക്സിനെക്കാട്ടും ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണ് അല്ലേ. ഇനിയോ ടൈഗറിൻ്റെ എന്താ എഴുതാൻ പറ്റുക നമുക്ക്? ടൈഗർ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ. എ ടൈഗർ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ. അടുത്തത് എ സ്കൂട്ടർ ഈസ് എക്സ്പെൻസീവ്. സ്കൂട്ടർ എക്സ്പെൻസീവ് ആണ്. എ ബുള്ളറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ സ്കൂട്ടർ. ബുള്ളറ്റ് സ്കൂട്ടറിനെക്കാട്ടും എക്സ്പെൻസീവ് ആണ്, ചിലവ് കൂടിയതാണ്, പൈസ ഉണ്ടല്ലേ. ഇനിയോ അടുത്തത് നമ്മൾ എങ്ങനെ എഴുതാം? എ കാർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫ് ദീസ് ടു. ഇവരെ രണ്ട് വെച്ച് പേരെ നോക്കുമ്പോൾ, അതായത് ഈ സ്കൂട്ടറിനെയും ബുള്ളറ്റിനെയും വെച്ച് നോക്കുമ്പോൾ കാറാണ് മോസ്റ്റ് എക്സ്പെൻസീവ്. എ കാർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫ് ദീസ് ടു. പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു വാക്കിൻ്റെ ആ 3 ഡിഗ്രികളും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ബിഗ്, ബിഗർ ദാൻ, അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയി. ഇനി സൂപ്പർലേറ്റീവോ ദ ബിഗ്ഗസ്റ്റ്. അപ്പം ബിഗ്, ബിഗർ ദാൻ, ദ ബിഗ്ഗസ്റ്റ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. മൊയ്ന ബിക്കെയിം എ ടീച്ചർ അറ്റ് ദ സമിതി ആഫ്റ്റർ സ്റ്റഡിയിങ് ഇൻ ദ വില്ലേജ് സ്കൂൾ. വില്ലേജ് സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സമിതിയിൽ അവൾ ടീച്ചറായി. ദ സമിതി ഈസ് പ്ലാനിങ് ടു സെലിബ്രേറ്റ് ട്രൈബൽ പ്രൈഡ് ഡേ. അപ്പോൾ ട്രൈബൽ പ്രൈഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രൈഡ് ഡേ, അഭിമാന ദിവസം. ദേ ഹാവ് ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് മൊയ്ന ഓൺ ഹെർ അച്ചീവ്മെൻറ്റ്. അപ്പോൾ മൊയ്ന ഒരു ട്രൈബാണ്. അപ്പോൾ മൊയ്നയുടെ അച്ചീവ്മെൻറ്റിൻ്റെ ടീച്ചറായല്ലോ,
മൊയ്നയുടെ നേട്ടത്തെ അഭിനന്ദിക്കാനായിട്ട് ഒരു ആഘോഷം സംഘടിപ്പിക്കുകയാണ്. ഹിയർ ഈസ് എ നോട്ടീസ് ബൈ സമിതി. അപ്പോൾ സമിതിയുടെ ഒരു നോട്ടീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Tribal Pride Day celebrations. Dear friends, we are excited to invite you to celebrate Tribal Pride Day with us. Date 15th November 2010. Venue Samiti Auditorium. Time 10 a.m. We are happy to welcome Dr. Lekha IAS as our chief guest. We will felicitate Moina, the first tribal girl to attend the village school and become a teacher. Come join us on the occasion. ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാം റിഗാർഡ്സ് കൺവീനർ സമിതി. അപ്പോൾ ഇതാണ് ഒരു നോട്ടീസിൻ്റെ ഒരു രൂപം. അപ്പോൾ മൊയ്നയെ ആദരിക്കാനായിട്ട് പോവുകയാണ്. ആരാണ് ഗസ്റ്റായിട്ട് വരുന്നത്? ഡോക്ടർ ലേഖ IAS ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോട്ടീസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്, വെന്യൂ, ടൈം ഇതൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇപ്പം നമ്മളോട് നോട്ടീസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ മാറ്റർ എന്താണെന്ന് നോക്കാം. യുവർ സ്കൂൾ ഈസ് പ്ലാനിങ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഫെലിസിറ്റേറ്റ് യുവർ ഫ്രണ്ട് ഓൺ ഹർ അമേസിംഗ് അച്ചീവ്മെൻറ്റ് അറ്റ് ദ നാഷണൽ അത്ലറ്റിക് മീറ്റ്. അപ്പം നാഷണൽ അത്ലറ്റിക് മീറ്റിൽ നിങ്ങളുടെ ഫ്രണ്ടിന് നല്ലൊരു നേട്ടമുണ്ടായി, പ്രൈസൊക്കെ കിട്ടി. അപ്പം അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് നിങ്ങളോട് നോട്ടീസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇമാജിൻ യു ആർ ഇൻ ചാർജ് ഓഫ് ഓർഗനൈസിങ് ദ ഇവൻറ്റ്. അപ്പം നിങ്ങളാണ് ഇൻചാർജ്, ആ ഇവൻറ്റ് സംഘടിപ്പിക്കേണ്ട ആള് നിങ്ങളാണ്. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു ദ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കണം. നമുക്കിങ്ങനെ എഴുതാം. ഫെലിസിറ്റേഷൻ സെറമണി. ഡിയർ ഫ്രണ്ട്സ്, അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഫെലിസിറ്റേറ്റ് അവർ ഫ്രണ്ട് മേഘ ഫോർ ഹെർ അമേസിംഗ് അച്ചീവ്മെൻറ്റ് അറ്റ് ദ നാഷണൽ അത്ലറ്റിക് മീറ്റ്. നാഷണൽ അത്ലറ്റിക് മീറ്റിൽ സമ്മാനം നേടിയ, നേട്ടം കൊയ്ത മേഘയെ ആദരിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ സെറമണി ആൻഡ് ചിയർ ഫോർ ഹെർ സക്സസ്. അവളുടെ വിജയത്തിന് നമ്മൾ ചിയർ ചെയ്യാം, നമ്മൾ ആദരിക്കാം, അവളെ സന്തോഷിപ്പിക്കാം. എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, സമയവും എഴുതിയിട്ടുണ്ട്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം ഇങ്ങനെ എഴുതാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെന്യൂ, ഡേറ്റും അതൊക്കെ നേരത്തെ ഉള്ള ആ നോട്ടീസിലുള്ളതുപോലെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ നോട്ടീസ് എഴുതാൻ പറ്റും. അപ്പം മാറ്റർ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്? ഉറങ്ങുന്നതിന് മുന്നേ എന്തിനാണ് ബുക്സ് വായിക്കുന്നത്? ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വൈസ്. കാരണം ബുക്കിൽ നിൻ്റെ വൈ ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ട് എന്ന് പറയുകയാണ്. മൊയ്ന വെൻറ്റ് ടു ദ ലൈബ്രറി ടു ഗെറ്റ് ആൻസേഴ്സ് ഫോർ ഓൾ ഹെർ വൈസ്. അങ്ങനെ മൊയ്ന ലൈബ്രറിയിലേക്ക് പോവുകയാണ് അവളുടെ വൈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടാനായിട്ട്. മൊയ്ന യൂസ്ഡ് ടു പ്രിപ്പയർ നോട്ട്സ് ഓഫ് ദ ബുക്സ് ഷീ റെഡ്. അങ്ങനെ അവൾ വായിക്കുന്ന ബുക്സിനൊക്കെ നോട്ട്സ് തയ്യാറാക്കുമായിരുന്നു. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ, റീഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവൾ വായിച്ചത് ഏതാണ്? ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഓതർ ലെവിസ് കാരോൾ, ടൈപ്പ് ഓഫ് ബുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കും എഴുതാം. ഇനി അതിൻ്റെ നോട്ട്സ് എങ്ങനെയാണ്? ദ നോവൽ ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ക്യൂരിയസ് യങ് ഗേൾ നെയ്മഡ് ആലീസ്. ആലീസ് എന്ന ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണിത്. ഷി ഫോൾസ് ഡൗൺ എ റാബിറ്റ് ഹോൾ ആൻഡ് എൻറ്റേഴ്സ് എ ഫാൻറ്റസി വേൾഡ് കോൾഡ് വണ്ടർലാൻഡ്. അവളൊരു മുയലിൻ്റെ മാളത്തിലേക്ക് വീണു പോവാണ്. അങ്ങനെ അവൾ എവിടെ എത്തി? വണ്ടർലാൻഡിലെത്തി. ഷി മീറ്റ്സ് എ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ ക്യൂൻ ഓഫ് ഹാർട്ട്സ്. അങ്ങനെ ക്യൂൻ ഓഫ് ഹാർട്ടിനെ കണ്ടു. ദ ചെഷർ ക്യാറ്റ്, ദ മാഡ് ഹാറ്റർ, ദ കാറ്റർപില്ലർ എക്സെട്ര. അപ്പോൾ ആ സ്റ്റോറിയിലുള്ള കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. ദീസ് ക്യാരക്ടേഴ്സ് ബിഹേവ് ഇൻ വെരി സ്ട്രേഞ്ച് വേസ് ദാറ്റ് സർപ്രൈസ് ആലീസ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ഇവരൊക്കെ പെരുമാറിയത്. അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി ഷീ ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി എ ഡ്രീം. അങ്ങനെ അവസാനം അവൾക്ക് മനസ്സിലായി ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന്. നൗ സെർച്ച് ഫോർ ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഇൻ യുവർ ലൈബ്രറി. നിങ്ങളുടെ ലൈബ്രറിയിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് എടുക്കുക, എന്നിട്ട് വായിക്കുക. ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ടു ബി റിപ്രസെൻറ്റഡ് അറ്റ് ദ സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ്. അങ്ങനെ ഒരു നോട്ടും തയ്യാറാക്കുക. ഇതുപോലെ മൊയ്ന തയ്യാറാക്കിയതുപോലെ ഒരു നോട്ടും തയ്യാറാക്കുക. ഇവിടെ ഞാനൊരു ചെറിയൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ ഒലിവർ ട്വിസ്റ്റ്, ഓതർ ചാൾസ് ഡിക്കൻസ്, ടൈപ്പ് ഓഫ് ബുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇനി നോട്ട് ഈ ഒരു രീതിയിൽ എഴുതാം. ഒലിവർ ട്വിസ്റ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് എ പുവർ ഓർഫൻ ബോയ് നെയ്മഡ് ഒലിവർ who gets caught up in a life of crime in London.
ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട അനാഥനായ ഒരു ബോയിയുടെ ഒരു കഥയാണ്. ഹി ഹാസ് സറൗണ്ടഡ് ബൈ ബാഡ് പീപ്പിൾ ബട്ട് ഹി ഹാസ് ഗുഡ് അറ്റ് ഹാർട്ട്. The story follows his journey as he tries to survive and find a better life. അപ്പോൾ അവന് നല്ലൊരു ബെറ്റർ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് ഈ സ്റ്റോറിയിലുടനീളം. Along the way, he uncovers secrets about his past and ultimately finds hope and happiness. It's a classic tale of good versus evil. അപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പെടാതെ നല്ല കുട്ടിയായിട്ട് ഒലിവർ ട്വിസ്റ്റ് ജീവിച്ചു. അപ്പോൾ അവസാനം അവന് പ്രതീക്ഷയും സന്തോഷവും എല്ലാം കൈവന്നു. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു നോട്ട്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വായിച്ച സ്റ്റോറിയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എഴുതാം. ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. മൊയ്ന, ദ ക്യൂരിയസ് ഗേൾ ഫ്രം അവർ സ്റ്റോറി കീപ്സ് എ ഡയറി ടു റെക്കോർഡ് ഹെർ അഡ്വഞ്ചേഴ്സ് ആൻഡ് തോട്ട്സ്. എ പാർട്ട് ഓഫ് ഇറ്റ് ഗെറ്റ്സ് വെറ്റ് ഇൻ ദ റെയിൻ ആൻഡ് കൺ ബി റീഡ്. ഹെൽപ്പ് മൊയ്ന റീസ്റ്റോർ ദ ലാസ്റ്റ് പാർട്ട്. മൊയ്നയുടെ ഡയറി കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ പകുതി ഭാഗം മഴ നനഞ്ഞു പോയി. അപ്പം ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. നോക്കാം. ഡിയർ ഡയറി, ടുഡേ വാസ് എ ഫൺ ഡേ. ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, ഫൺ ഡേ ആയിരുന്നു. ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ. അപ്പോൾ അന്തരീക്ഷമൊക്കെ നോക്കുമ്പോൾ ഇപ്പം മഴ പെയ്യും എന്നുള്ള ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. ബട്ട് ഐ സ്റ്റിൽ വോണ്ടഡ് ടു ഗോ ഔട്ട്സൈഡ്. പക്ഷേ എനിക്ക് എന്തായാലും പുറത്തേക്ക് പോകണമായിരുന്നു. വെൻ ഐ വെൻറ്റ് ടു ദ റിവർ സൈഡ് ഐ സോ എ ബോയ് ക്രൈയിങ്. ഞാൻ പുഴയുടെ അരികിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ബോയ് കരയുന്നതായിട്ട് കണ്ടു. ഹി ലുക്ക്ഡ് റിയലി അപ്സെറ്റ്. അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. സോ ഐ വെൻറ്റ് ഓവർ ടു ചെക്ക് ഇഫ് ഹി വാസ് ഓക്കെ. അവൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്കൊന്ന് ചെന്നു. ഹി ടോൾഡ് മീ ഹി ലോസ്റ്റ് ഹിസ് ഫേവറേറ്റ് ബോൾ ഇൻ ദ റിവർ വൈൽ പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് അവൻ്റെ ഫേവറേറ്റ് ബോള് അത് പുഴയിലേക്ക് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് ബ്ലോയിങ് എവേ ഇൻ ദ വിൻഡ്. അതിങ്ങനെ ആ ബോള് കാറ്റിലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി കുഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. അവനത് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഐ ട്രൈഡ് ടു കംഫർട്ട് ഹിം ആൻഡ് വി ടോക്ഡ്. അങ്ങനെ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. വേറെ ബോളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചു. ആഫ്റ്റർ എ ബിറ്റ് വി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ഹോം ടുഗെദർ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇതൊരു വെറും മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതണം. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നോക്കാം. വൺ ഡേ മൊയ്നാസ് ടീച്ചർ ടുക്ക് ദ ക്ലാസ് ഫോർ എ നേച്ചർ വാക്ക്. മൊയ്നയുടെ ടീച്ചർ ഒരു പ്രകൃതിയിലൂടെയുള്ള നടത്തത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോയി. ദ ചിൽഡ്രൻ വെർ വെരി ഹാപ്പി. കുട്ടികളെല്ലാവർക്കും സന്തോഷമായി. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ ആൻഡ് വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ക്ലൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഡിസ്ക്രൈബ് ദ പ്ലേസ്, ട്രീസ്. സ്ഥലവും മരങ്ങളുമൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ ഹൗ ഡു ദ ട്രീസ് ലുക്സ്? ട്രീസ് എങ്ങനെയാണ്? ആർ ദി ടോൾ, ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്. ഒരുപാട് ഇലകളുണ്ടോ, പൊക്കമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാം. ആർ ദെയർ എനി ഫ്ലവേഴ്സ്? വാട്ട് കളേഴ്സ് ആർ ദേ? ഫ്ലവേഴ്സ് ഉണ്ടോ? ഏത് കളറാണ് ഫ്ലവേഴ്സിന്? ഹൗ ഡു ദേ മേക്ക് ദ പ്ലേസ് ഫീൽ? എങ്ങനെയാണ് ആ ഫ്ലവേഴ്സ് ആ പ്ലേസിനെ മനോഹരമാക്കുന്നത്? ഹൗ ഡു ദി ചിൽഡ്രൻ ഫീൽ? കുട്ടികൾക്ക് എന്താണ് തോന്നുന്നത്? ആർ ദേ ഹാപ്പി, എക്സൈറ്റഡ് ഓർ ക്യൂരിയസ്? അവർ ഹാപ്പിയാണോ, എക്സൈറ്റഡ് ആണോ, ക്യൂരിയസ് ആണോ? ഡു യു സീ എനി ആനിമൽസ് ഓർ ബേർഡ്സ്? അവിടെ ഏതെങ്കിലും ആനിമൽസിനെയോ ബേർഡ്സിനെയോ ഒക്കെ കാണുന്നുണ്ടോ? വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്താണ് ചെയ്യുന്നത്? വാട്ട് സൗണ്ട്സ് ആർ ദേ മേക്കിംഗ്? അവരെന്ത് സൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്? ഹൂ ആർ ദ പീപ്പിൾ ഇൻ ദ പിക്ചർ? ആരാണ് ഈ പിക്ചറിലുള്ള ആൾക്കാർ? ആർ ദി ചിൽഡ്രൻ? അവർ കുട്ടികളാണോ? ഇസ് ദർ എ ടീച്ചർ ഇൻ ദ ഗ്രൂപ്പ്? ഒരു ടീച്ചർ ഉണ്ടോ ആ ഗ്രൂപ്പിൽ? വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാം അല്ലേ. ദ സീൻ ഈസ് എ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. എ പാത്ത് ലീഡ്സ് ത്രൂ എ ഫോറസ്റ്റ് ഏരിയ വിത്ത് എ സ്മോൾ റിവർ ഈസ്. ഈ സീനറി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ്. ഒരു വഴിയുണ്ട് ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ. വിത്ത് എ സ്മോൾ റിവർ ഈസ് വിസിബിൾ. അവിടെ ഒരു സ്മോൾ റിവർ ഉണ്ട്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദർ ഈസ് എ ലാർജ് മൗണ്ടൻ പീക്ക് സറൗണ്ടഡ് ബൈ സ്മോളർ ഹിൽസ്. അവിടെ വലിയൊരു മലയും അതിനോട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു കുന്നുകളുമുണ്ട്. ദ ട്രീസ് ആർ ഗ്രീൻ ആൻഡ് ടോൾ വിത്ത് ഫുൾ ഓഫ് ലീവ്സ്. മരങ്ങളെല്ലാം വലിയ പൊക്കമുള്ള മരങ്ങളാണ്. അതുപോലെ അതിൽ നിറയെ ലീവ്സും ഉണ്ട്. ദ പ്ലേസ് ഈസ് കവേർഡ് വിത്ത് ഗ്രാസ്.
യെല്ലോ കളർ സൺഫ്ലവേഴ്സ് ആൻഡ് അതർ പ്ലാന്റ്സ്. അപ്പോൾ ആ പ്ലേസിൽ മൊത്തം ഗ്രാസ് ഉണ്ട്, പുല്ലുണ്ട്, യെല്ലോ കളർ സൺഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ മറ്റു ചെടികളുമുണ്ട്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ബേർഡ്സ്. പലതരത്തിലുള്ള ബേർഡ്സ് അവിടെ കാണാം. എ ടീച്ചർ ആൻഡ് ചിൽഡ്രൻ ആർ ദർ ഇൻ ദ പിക്ചർ. ഒരു ടീച്ചറും കുറച്ച് കുട്ടികളുമുണ്ട് ആ പിക്ചറിൽ. ദേ ആർ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. എട്ടാമത്തെ നോക്കാം. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗിവൺ പിക്ചർ. യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ റൈറ്റിംഗ് ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പിക്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി, ഫോക്കസ് ഓൺ ദ തീം, കോൺസെൻട്രേറ്റ് ഓൺ ദ കീ ഡീറ്റെയിൽസ്, ഡിസ്ക്രൈബ് ദ ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ, അറേഞ്ച് ദം ഇൻ എ സീക്വൻസ്. അപ്പം വരിയായിട്ട് ഈ പിക്ചറിൻ്റെ കാര്യങ്ങൾ, ഈ പിക്ചറിൽ എന്തൊക്കെ കാണാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെയുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ പിക്ചർ ഡെപിക്ട്സ് എ വൈബ്രൻറ്റ് സീൻ. പിക്ചറിൽ എന്താണുള്ളത്? ഒരു വൈബ്രൻറ്റ് സീനാണ്. വിത്ത് റിവർ ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഒരു പുഴ ഒഴുകുന്നുണ്ട്. ദ സ്കൈ ഈസ് ബ്രൈറ്റ് വിത്ത് വൈറ്റ് ക്ലൗഡ്സ്. സ്കൈ നല്ല തെളിഞ്ഞാണ് കാണുന്നത്. വിത്ത് വൈറ്റ് ക്ലൗഡ്സ്, വെള്ള മേഘങ്ങളുണ്ട്. ആൻഡ് എ ലാർജ് ട്രീ വിത്ത് എ ബേർഡ് പെർച്ച്ഡ് ഓൺ എ ബ്രാഞ്ച്. അവിടെ ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. പെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ്. ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ. അലോങ് ദ റിവർ ബാങ്ക് ഓൺ എ ബോട്ട്. റിവറിൻ്റെ സൈഡിലും ഉണ്ട് ആൾക്കാർ, അതുപോലെ തന്നെ ബോട്ടിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓൺ ദ റിവർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് ട്രാവലിംഗ് ഇൻ എ സ്മോൾ ബോട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ കുറച്ച് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബാങ്ക്സ് ദർ ആർ കോക്കനട്ട് ട്രീസ്. കോക്കനട്ട് ട്രീസ് ഉണ്ട്. ഓൺ ദ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുഴയുടെ തീരത്ത് അല്ലേ? തീരത്ത് കോക്കനട്ട് ട്രീസ് ഉണ്ട്, തെങ്ങുണ്ട്, സ്മോൾ ഹൗസസ് ഉണ്ട്. ആൻഡ് എ പേഴ്സൺ ക്യാരിയിങ് ഐറ്റംസ് ഓൺ ദെയർ ഹെഡ്. ഒരാൾ തലയിൽ സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകുന്നു. ദ ഓവറോൾ തീം ഈസ് പീസ്ഫുൾ വില്ലേജ് ലൈഫ്. മൊത്തത്തിൽ ഈ ഒരു പിക്ചറിൻ്റെ തീം എന്താണ്? പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ലൈഫാണ്, ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് ഇതിലൂടെ കാണിക്കുന്നത്. ആൻഡ് എ ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. നല്ല ഭംഗിയുള്ള ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പും ഇവിടെ വരച്ചു വെക്കുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ആൻഡ് പ്ലീസ് ഡു ഷെയർ this video among your friends. Thank you.